വ്യാജ വോട്ടർ ഐ ഡി വിവാദം രാഹുൽ ഗാന്ധിയാണ് ഇത് തുടങ്ങി വെച്ചത്. അതേസമയം രാഹുൽ ഗാന്ധി വ്യാജ വോട്ടർ ഐ ഡി എന്ന് പറഞ്ഞ് കാണിച്ച രേഖകളെല്ലാം തന്നെ വ്യാജമാണെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതൊക്കെ ഫേക്ക് ഡോക്യുമെന്റ്സ് ആണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഇപ്പോൾ പറയുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ പല ആരോപണങ്ങളും അത് യാതൊരുവിധ കഴമ്പുമില്ലാത്തതാണെന്നും അത് അഫിഡവിറ്റിൽ എഴുതി തരാൻ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി തരുന്നില്ല എന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതേസമയം കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ മണ്ടത്തരത്തിനെതിരെ ഇപ്പോൾ അടിപൊട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ കർണാടക കോൺഗ്രസ്, അതായത് കർണാടകയിൽ വ്യാജ വോട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രധാനമായും കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തങ്ങളുടെ സംസ്ഥാനത്ത് തന്നെ കള്ള വോട്ടുണ്ട്, ഇങ്ങനെ ഈ സംസ്ഥാനത്ത് തന്നെ പല കാര്യങ്ങളും നടക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് കോൺഗ്രസിനെ വളരെ വലുതായിട്ട് അസ്വസ്ഥതപ്പെടുത്തുമെന്നറിയാം. എന്തായാലും ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വ്യക്തിപരമായ നേതാക്കളിൽ ഒരാളും സംസ്ഥാന സഹകരണ മന്ത്രിയായിട്ടുള്ള കെ രാജണ്ണ ഈ പേരിൽ രാജിവെച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടെടുപ്പിൽ കൃത്രിമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചതിന് മന്ത്രിക്ക് കനത്ത വിലയാണ് നൽകേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ രാജി രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുന്നു. രാജിവെക്കുന്നതിന് മുമ്പ് മന്ത്രി രാജണ്ണ നിയമസഭയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കണ്ടു. നിയമസഭാ സമ്മേളനത്തിൽ BJP ഈ വിഷയം ഉന്നയിച്ചു. രാജിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു. എന്തായാലും മന്ത്രി പെട്ടെന്ന് രാജിവെച്ചതിൻ്റെ കാരണം സർക്കാർ വെളിപ്പെടുത്തണമെന്ന് BJP നിയമസഭയിൽ ആവശ്യപ്പെടുകയായിരുന്നു. മറുവശത്ത് വോട്ട് മോഷണ ആരോപണവുമായി ബന്ധപ്പെട്ട് രാജണ്ണ നിരവധി ചോദ്യങ്ങൾ കോൺഗ്രസിനോട് ചോദിച്ചു. നിരവധി ചോദ്യങ്ങൾ നേരിടുന്നുണ്ട് എന്ന് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പല ആൾക്കാർക്കും സാധിച്ചു. കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി കർണാടകയിലെ ഉദാഹരണം നൽകി 1 ലക്ഷം വോട്ട് മോഷണം പോയെന്ന് ആരോപിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത രാജണ്ണ കർണാടകയിൽ വോട്ട് മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരും ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു. കർണാടകയിലെ വോട്ടർ പട്ടിക പരിഷ്കരണം കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് നടത്തിയത്. അത്തരമൊരു സാഹചര്യത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയ നിരീക്ഷിക്കേണ്ടത് കോൺഗ്രസ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെതിരെ കോൺഗ്രസ് സർക്കാരിലെ ഒരു മന്ത്രി ചോദ്യം ഉന്നയിച്ചതോടെ കർണാടക രാഷ്ട്രീയം ചൂടുപിടിച്ചു. രാജണ്ണയ്ക്കും തൻ്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. കർണാടകയിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്താണ് നടത്തിയെന്ന് രാജണ്ണ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ പാർട്ടിയും കണ്ണടച്ചു. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആശങ്കാജനകമായിട്ടുള്ള കാര്യം ഇതെല്ലാം ഞങ്ങളുടെ കൺമുന്നിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസിന് അതിൻ്റെ ഉത്തരവാദിത്തം സമയബന്ധിതമായി നിറവേറ്റാൻ സാധിച്ചില്ല എന്നാണ് രാജണ്ണ പറയുന്നത്. കഴിഞ്ഞ 2 മാസമായി രാജണ്ണ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സിദ്ധരാമയ്യയുടെ അടുത്ത നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. ഓഗസ്റ്റിൽ ഒരു വിപ്ലവം ഉണ്ടാകുമെന്നും സർക്കാരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കഴിഞ്ഞ 2 മാസമായി അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൽ നിന്ന് സംസ്ഥാന സർക്കാരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആളുകൾ നിഗമനം ചെയ്തു. എന്നാൽ രാജണ്ണയിൽ നിന്ന് തന്നെ രാജി സ്വീകരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.